ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ യുദ്ധം കല്യാണിയുടെ ഒപ്പമാണ്. കാരണം കല്യാണിക്ക് ഇപ്പം മിഡ് ടേം എക്സാം നടക്കുക. ഓറൽ എക്സാമാണ് എല്ലാം ഉള്ളത്, എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓറൽ എക്സാമാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൻ്റെ 2 റൈംസ് ഉണ്ട്. ഒന്ന് കോഴിക്കുഞ്ഞിൻ്റെ ഒരു പാട്ടും പിന്നെ ഒന്ന് പൂച്ചക്കുഞ്ഞിൻ്റെ പാട്ടും. അപ്പോൾ അത് രണ്ടുമാണ് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. കാക്കച്ചാലിന്റെ കാലിൽ പെട്ടാൽ കുഞ്ഞ് കാര്യം പോക്കാണ്. അമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ആപത്താനം നീ കൊച്ചു പൂച്ചയുടെ പാട്ട് പാടിക്കേ. കൊച്ചുകിളി പട്ടപ്പാടി നീ വരുവോ കൂടെ, കൊച്ചു പൂച്ച കൊഞ്ചി നോക്കി നീ വരുവോ കൂടെ, നീ കളിക്കൂ കൂടെ, ഞാൻ കളിക്കാൻ കൂട്ടുകൂടാം, ഇന്ന് നിങ്ങൾക്കൊപ്പം, നാളെ ഞാൻ വളരും, നാളെ അപ്പോൾ സ്കൂളിൽ പോകുന്നെത്തിയ. വെരി ഗുഡ്. റൈംസ് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ അവൾ പാടി കേൾപ്പിച്ചു. സ്കൂളിൽ അവർക്ക് കണ്ടിന്യൂസ് റിവിഷൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ എടുക്കാറില്ല. ജസ്റ്റ് അവർക്ക് അറിയോ ഇല്ലയോ എന്നൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കാറേ ഉള്ളൂ. കാരണം സ്കൂളിൽ ഓൾറെഡി അവർ നല്ല രീതിയിൽ റിവിഷൻ നല്ല രീതിയിൽ അവരെടുക്കും. ഇത് തന്നെ ഇപ്പോൾ അധികം ടൈം എടുത്തില്ല. റൈംസ് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് പറയാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഫുള്ള് എത്രയാണോ ഉള്ളത് അതത്രയും കംപ്ലീറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു. ഒരു 2 പ്രാവശ്യം ഒന്ന് റിവിഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരത്തി പിന്നെ തന്നെ എല്ലാം പറഞ്ഞു. എന്തുവാ അമ്മ, ആന, ഇല, ഇല, ഈച്ച, ഊരൽ, ഊഞ്ഞാൽ, ഋഷിയല്ല ഋഷി. ശരിക്കുമുള്ള യുദ്ധം ഇപ്പോഴാണ് തുടങ്ങിയത്. കാരണം ഹോംവർക്ക് ആവശ്യത്തിൽ കൂടുതലും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മാത്സിൻ്റെ കുറച്ച് മാത്സ് ദ ഫോളോയിങ്ങും അതുപോലെ തന്നെ 5 ഒരു പേജ് എഴുതാനും പെട്ടെന്ന് തന്നെ എഴുതി തീർത്തോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മീൻസ് കോൺസെൻട്രേഷൻ മാറ്റത്തില്ല. മോനാണെങ്കിൽ അങ്ങനെയല്ല, അവനാണെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ട് പിന്നെയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവനത് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ അവൾ അങ്ങനെയല്ല. അവൾ എന്തെങ്കിലും ഒരു വർക്ക് എടുത്തുകൊണ്ടിരുന്നാൽ കുറച്ച് ടൈം പിടിച്ചാണെങ്കിലും അവളത് കോൺസെൻട്രേഷൻ മാറ്റാതെ തന്നെ അവളത് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യും. മീൻസ് അത് കംപ്ലീറ്റ് ആവാതെ മാറത്തില്ല. അത് മാത്സിൻ്റെ ഹോംവർക്ക് കഴിഞ്ഞപ്പോഴാണ് ആക്ടിവിറ്റി ബുക്കിൻ്റെ കാര്യം ഞാൻ ഓർത്തത്. ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ടിവിറ്റി ബുക്ക് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം അവരാകെ ഫ്രൈഡേ മാത്രമാണ് കൊടുത്തു വിടുന്നത്. പിന്നെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഹോളിഡേ ആണ്. അതുകൊണ്ട് നമ്മൾ ഫ്രൈഡേ അങ്ങനെ അവളെ കൊണ്ട് മാത്രമാണ് ഞാൻ ഇരിക്കാറ്. പക്ഷേ ആക്ടിവിറ്റി ബുക്ക് എന്തോ വിട്ടുപോയി. സാറ്റർഡേ സൺഡേ ആണെങ്കിൽ അച്ഛൻ വരുന്നതുകൊണ്ട് എറണാകുളത്ത് അച്ഛൻ വരും. അതുകൊണ്ട് അവരാണെങ്കിൽ 2 പേരും പഠിക്കാനിരിക്കത്തേയില്ല. അങ്ങനെ ഞാൻ അതങ്ങ് വിട്ടുപോയി. ടീച്ചർ പറഞ്ഞായിരുന്നു. അപ്പോൾ ആക്ടിവിറ്റി ബുക്ക് എടുത്തപ്പോൾ എന്തുവാ, ഫസ്റ്റ് എൻവയറമെൻറ്റിൻ്റെ ഇത് ഇവർക്ക് EVSലാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. കളറും സംഭവമൊക്കെ മീൻസ് കളർ ഐഡൻറ്റിഫിക്കേഷന്, ആൽഫബറ്റ്, ലോവർ കേസ്, ക്യാപിറ്റൽ, അതൊക്കെ ഇങ്ങനെ കളർ വെച്ച് തന്നെ ഓരോന്ന് അവർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവർ കളറൂടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റണം ആ രീതിയിൽ. ഓക്കെ, കളറും കഴിഞ്ഞു, EVSൻ്റെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷിൻ്റെ, അതും കുറച്ച് ഏറെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ സംഭവങ്ങൾ നല്ലപോലെ ഉണ്ടായിരുന്നു. പേജ് ഒരു 4-5 പേജോളം ആക്ടിവിറ്റി അവളുടെ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഇടയ്ക്ക് സ്കൂളിലൊക്കെ പനി കാരണം സ്കൂളിലൊന്നും പോയില്ല, അങ്ങനെ ബുക്ക് കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഒരു ഫ്രൈഡേ മാത്രമാണ് കിട്ടിയത്. അന്നാണെങ്കിൽ ശ്രദ്ധിച്ചുമില്ല. എക്സാം പ്രിപ്പറേഷനൊക്കെ അന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് സെക്ഷനും കഴിഞ്ഞപ്പോൾ എന്തായാലും ഇടകിടക്കൊന്ന് മാത്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ആവശ്യത്തിനും ഉണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 11 വരുന്നവരെ വരെ നമ്മൾ ഈ ഹോംവർക്ക് എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാനിരുന്നു. കാരണം ഞാനാണെങ്കിൽ ഒരു 6:30 ഒക്കെ ആവും വരാൻ. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു 9 മണിയായാലും ആവും 2 പേരും പഠിക്കാനിരിക്കാൻ. അവളാണെങ്കിൽ 7:30 വരെ ഉറക്കമായിരുന്നു. 7:30 കഴിഞ്ഞ് ഉറക്കത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു 8 o'clock ആവും. അത് കഴിഞ്ഞ് പിന്നെ മോനും ആ ഒരു ടൈം ആകുമ്പോഴേക്കും ട്യൂഷനിൽ നിന്ന് വരും. അങ്ങനെ 2 പേരും ഫുഡൊക്കെ കഴിച്ച് 9 മണിയായി. അത് കഴിഞ്ഞ് അവൾക്ക് ഉറക്കം വരാത്തതുകൊണ്ട് അവൾ ഫുൾ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു. അത് എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൾ ഉറങ്ങിയതുകൊണ്ട് അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒരു 11:30 ഒക്കെ ആയി അങ്ങനെ കിടന്നപ്പം. കുഞ്ഞു പിള്ളേരാണ്, എന്നാലും അവർക്ക് ആവശ്യത്തിന് പഠിക്കാനും ആവശ്യത്തിന് ഹോംവർക്കും കൊടുക്കുന്നുണ്ട്. LKG-യിലാണിപ്പം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളേ.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ടേക്ക് കെയർ.